ഈ പശ്ചിമേഷ്യയിലുണ്ടായ സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ തിക്തഫലം നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരും അടുക്കളയും അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. കേരളത്തിലും പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. വിറകടുപ്പുകൾ എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ആളുകൾ നിസ്സാരമായി പറയുന്നെങ്കിലും സാങ്കേതികമായി ഒരുപാട് മുട്ടികൾ ഇപ്പോഴുണ്ട്. വിറകടുപ്പിന് വേണ്ടിയുള്ള അടുക്കളകൾ പല ഹോട്ടലുകളും സജ്ജീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മുംബൈയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് കരിവിലക്ക് നീക്കി എന്നാണ് കാര്യം. പരിസ്ഥിതി പ്രശ്നം കൊണ്ട് പലരും ഈ വിറകടുപ്പുകൾ വിലക്കിയിട്ടുണ്ടെങ്കിലും മറ്റു മാർഗമില്ലാതെ അതിൻ്റെ വിലക്ക് പോലും നീക്കുകയാണ്. ഹോർമൂസ് കടന്ന LPGയുമായി 2 കപ്പലുകൾ ഇന്നും നാളെയും ഇന്ത്യൻ തീരത്തെത്തും എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത. ഡൽഹിയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടി ചേരും. അതുപോലെ തിരുവനന്തപുരത്തെ ഈ പാചകവാതക പ്രതിസന്ധിയുടെ രൂക്ഷത എന്താണെന്ന് പറയാൻ അജ്മൽ ദിറാർ ചേരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ലീഡിയ ജക്കബും, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും, ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും, ബംഗളൂരുവിൽ നിന്ന് സജു ചാമക്കാലയിലും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഡൽഹിയിലേക്ക് നമുക്കൊപ്പം ബൽറാം നെടുങ്കാടി ചേരുന്നു. ബൽറാം, അതിരൂക്ഷമായിട്ട് ഈ പ്രതിസന്ധി തുടരുകയാണ്. ഈ പ്രതിസന്ധിക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുന്നതുമില്ല. വിവരങ്ങൾ എന്താണ്? ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. SKN രാജ്യത്തെ പല പ്രധാന നഗരങ്ങളിലും LPG പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനുള്ള പരിഹാരം അതിൻ്റെ ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. അതിനായി ഒരു അന്തർ മന്ത്രാലയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനായി. അതേസമയം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാഴ്ച എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ LPG സിലിണ്ടറിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇവിടെ ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഏതാണ്ട് 100ഓളം പേരുടെ വലിയ ക്യൂ കാണാമായിരുന്നു സിലിണ്ടറുകളുമായി. ആ ഒരു വരി നിൽക്കുന്ന ആളുകളെ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല. എത്തുന്നവർക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സിലിണ്ടറുകൾ നൽകുന്നുണ്ട്. അതായത് ഈ ഒരു ഗോഡൌണിൽ ഇപ്പോൾ ക്ഷാമമില്ല, സിലിണ്ടറുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. 2 വാഹനങ്ങൾ 2 ലോഡ് സിലിണ്ടർ ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നയ സ്റ്റോക്ക് हाँ, गैस की कमी नहीं है, गैस तो मिल रहा है, इधर सब कुछ चालू है. हाँ चालू. എന്തായാലും ഇവിടെ ഇപ്പോൾ സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല, എല്ലാം സാധാരണ നിലയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് ചിലയിടങ്ങളിൽ ഇന്ന് പ്രതിസന്ധി പരിഹരിക്കും എന്നാണ് ഏജൻസി അധികൃതർ ഉൾപ്പെടെ അറിയിക്കുന്നത്. പലയിടത്തും വലിയ ക്യൂ തിരക്കും അനുഭവപ്പെട്ടിരുന്നു ഡൽഹിയിൽ. എന്നാൽ അതിന് ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുകയാണ്. കൂടുതൽ സ്റ്റോക്കുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. അത് ആഭ്യന്തര ഉൽപ്പാദനം 35% അടുത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. ഇന്ന് 2 കപ്പൽ LPG കൂടി ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതും ഏറെ ആശ്വാസം നൽകുന്നതാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.